നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പണം ആവശ്യപ്പെട്ടായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള മുതിർന്ന കുട്ടികളുടെ ക്രൂരമായ ആക്രമണം. എല്ലാ ഞായറാഴ്ചകളിലും മദ്യപിക്കാൻ ഒന്നാം വർഷക്കാരിൽ നിന്ന് പ്രതികൾ പണം ആവശ്യപ്പെടുമായിരുന്നു. പണം കിട്ടാതെ വരുമ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ തങ്ങളുടെ മുറികളിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ടായിരുന്നു സീനിയേഴ്സിന്റെ കൊടിയ മർദ്ദനം. ഹോസ്റ്റൽ മുറിയിലെ പീഡനത്തിൽ ആദ്യം പരാതി നൽകിയത് റാഗിങ്ങിനിരയായ കുട്ടിയുടെ അച്ഛനാണ്. മാസങ്ങൾക്ക് മുമ്പേ ക്രൂരമായ ആക്രമണങ്ങൾ ഇവർ നടത്തിയിരുന്നെങ്കിലും വീണ്ടും മർദ്ദിക്കുമോ എന്ന ഭയത്താൽ പുറത്തു പറയാൻ ഒന്നാം വർഷ കുട്ടികൾ ഭയപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഞായർ രാത്രി നടത്തിയ ആക്രമണത്തോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. മദ്യപിക്കാൻ പണം നൽകാത്തതിനാൽ ഒരു കുട്ടിയെ തിരഞ്ഞു പിടിച്ചവർ ആക്രമിച്ചിരുന്നു. ക്രൂരത സഹിക്കാനാവാതെ വന്നതോടെ ഈ വിദ്യാർത്ഥി അച്ഛനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടു. തുടർന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് 6 കുട്ടികളിൽ നിന്ന് പരാതി സ്വീകരിച്ചു. ഗാന്ധിനഗർ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൈമാറി. ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളാക്കപ്പെട്ടവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. 3 അധ്യാപകരുടെ നേതൃത്വത്തിൽ ആന്റി റാഗിംഗ് സെൽ രൂപീകരിച്ചു. ഇതിനു മുൻപ് ഇങ്ങനെയുള്ള പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും ഹോസ്റ്റലിലെ കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കണമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് പറഞ്ഞു. റാഗ് ചെയ്ത വിദ്യാർത്ഥികൾ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ അംഗങ്ങളായിരുന്നു. KGSNAയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 5 വിദ്യാർത്ഥികളെയും 11 തന്നെ പുറത്താക്കിയിരുന്നു. റാഗിങ്ങിന് വിധേയരായ വിദ്യാർത്ഥികൾക്ക് നിയമപരമായും സംഘടനാപരമായും പൂർണ്ണ പിന്തുണ നൽകാനും KGSNA തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് അശ്വതി അജയൻ അറിയിച്ചു. ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുമ്പോഴും ശബ്ദം പുറത്തു പോകാതിരിക്കാൻ പ്രതികൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ഹോസ്റ്റലിലെ 2 നില കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് സീനിയേഴ്സിന്റെ റൂം. നിലവിളിച്ചാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത ഉള്ളിലേക്ക് ഒതുങ്ങിയ മുറിയിലാണ് ക്രൂര പീഡനം നടന്നത്. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ പ്രതികൾ സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച ശേഷമായിരുന്നു കുട്ടികളെ മർദ്ദിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളിൽ ഈ മുറികളിൽ പാട്ടും ഡാൻസും ഒക്കെ സ്ഥിരമായിരുന്നു. അതുകൊണ്ട് ബഹളം കേട്ടാലും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇത് മുതലാക്കിയായിരുന്നു പ്രതികൾ നിരന്തരം ആക്രമണം തുടർന്നതെന്നാണ് വാർത്ത. അതായത് അവിടെ ഒരു ഇടിമുറി ഉണ്ടെന്ന് പറയാതെ പറയുകയാണ്. നഴ്സിംഗ് റാഗിങ്ങിൽ അറസ്റ്റിലായ രാഹുലും റിജിലും വിവേകും 3ാം വർഷ വിദ്യാർത്ഥികളും സാമുവലും ജീവയും 2ാം വർഷക്കാരുമാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ജനറൽ നഴ്സിംഗ് 3 വർഷ കോഴ്സിലെ വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായവരും പ്രതികളും. ബോയ്സ് ഹോസ്റ്റലിലായിരുന്നു പീഡനം. 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് ഇരയായത്. കഴിഞ്ഞ നവംബറിലാണ് റാഗിംഗ് ആരംഭിച്ചത്. മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടുക, നൽകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക, സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അസഭ്യം പറയുകയും കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുക തുടങ്ങിയവ പതിവായിരുന്നെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടി തൂക്കുക, ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചു. ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു.